ഷൈൻ ടോം ചാക്കോന്റെ ലേറ്റസ്റ്റ് കേട്ട നിങ്ങൾക്ക് അല്ല ഞാൻ പറഞ്ഞു കേട്ട ഞാൻ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ട് ഓടി നടന്നൊരു സമയം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും നല്ല ചുറുചുറുക്കോടെ ഓടി നടക്കുന്നൊരു സമയം തന്നെ. ആ സമയത്ത് എനിക്ക് വർക്കൗട്ട്, പിന്നെ സ്കൂളിലെ ക്ലാസ്, അത് കഴിഞ്ഞ് സൂംബ ട്രെയിൻ, അത് കഴിഞ്ഞ് പേഴ്സണൽ ട്രെയിൻ, അങ്ങനെ പിന്നെ ഡാൻസ് പ്രാക്ടീസ്, അങ്ങനെ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് എനിക്ക് ഞാൻ പോലും പ്രതീക്ഷിക്കാണ്ട് ഒരു ബാക്ക് പെയിൻ വന്നു. അങ്ങനെ ഇരുത്തിയ സമയത്ത് ഉണ്ടായ ഒരു സംഭവത്തിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ലിറ്ററലി പറയുകയാണെങ്കിൽ ഇങ്ങനെ നിൽക്കണം, ഞാൻ ഇത്ര ബെൻഡാവുള്ളൂ, താഴേക്ക് പോകാൻ പറ്റില്ലായിരുന്നു, അത്രയും ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആ സമയത്ത്. അങ്ങനെ ഞാൻ ഹോളിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്, നമുക്കിപ്പോൾ വേണമെങ്കിൽ ആളെ ഷാഹുൽ എന്ന് വിളിക്കാം, അയാൾ അവിടെ വന്നു. അതായത് MDMA എന്ന് പറഞ്ഞ സാധനം അടിച്ചിട്ടാണ് വന്നേക്കണത്. ഞാൻ ആളോട് എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് അറിയാണ്ട് ചോദിച്ചു പോയി, ബ്രോ ഇത് ചെറുതിലേ തൊട്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എടുത്തു വായിക്കുക ആൾ എന്നോട് പറഞ്ഞു, ഷാഹുൽ കള്ളു കുടിക്കും, സിഗരറ്റ് വലിക്കും, വേറൊരു സാധനം അടിക്കില്ല, പക്ഷെ ടോമി അടിക്കും. അപ്പം ഞാൻ ആരാ ടോമി മനസ്സിലായില്ലല്ലേ, മനസ്സിലാക്കി തരാം. ബ്രോ സിഗരറ്റ് വലിക്കുമെന്ന് ചോദിച്ചാൽ എന്നോട്. ഞാൻ പറഞ്ഞു ഇല്ല. ബ്രോനോട് ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോൾ രണ്ട് ഉത്തരമുണ്ട്, ഒന്നുമില്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ ഉണ്ട്. അപ്പോൾ ബ്രോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടെന്നുള്ള ഉത്തരം എവിടെ പോയി? അതാണ് ടോമി. ഞാൻ മറ്റേ ഒന്നാമത് ബാക്ക് പെയിൻ, എനങ്ങാൻ പറ്റൂല, അതിൻ്റെ ഇടയിൽ ഇതിങ്ങനെ കിളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് ഒരു കഥ. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഞങ്ങൾ ന്യൂ ഇയറിന് ഫോണൊക്കെ മാറ്റി വെച്ച് പാർട്ടി പരിപാടി ഒന്നുമില്ല, എല്ലാം മാറ്റി വെച്ച് നമ്മളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് കൂടുക, അതും നേച്ചർ, ഫുൾ നേച്ചർ. അപ്പോൾ നമുക്കൊരു ഷാജിയേട്ടുണ്ട്, മൂപ്പര് കെനിയയിലാണ് പഠിച്ചതും വളർന്നതും എല്ലാം. മൂപ്പർക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട് നാട്ടിൽ. അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ ഈ കാടിനോട് ചേർന്നാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ ഭയങ്കര രസമാണ് ഈ സാധനം. വേറെ നെറ്റ്വർക്ക് പരിപാടികളൊന്നുമില്ല, നമ്മൾ ഫോണേ തൊടൂല, അങ്ങനത്തെ ഒരു സ്ഥലം. അങ്ങനെ മൂപ്പർക്ക് ചെറിയൊരു ചില്ലറ കൃഷി പരിപാടികളുണ്ട്, നമ്മളെ നാട്ടിലൊന്നും ഇല്ലാത്ത കുറച്ച് കൃഷി പരിപാടികളുണ്ട് മൂപ്പർക്ക്. മൂപ്പര് അതൊക്കെ അടിച്ച് നല്ല സെറ്റായിട്ട് ഈ ട്രീ ഹാട്ടിന്റെ മുകളിൽ ഇരിക്കണ സമയത്ത് ആളിങ്ങനെ ഇരിക്കണേ, ഇങ്ങനെ ഒന്നനങ്ങാണ്ട് മറ്റേ ഫ്രണ്ട്സിൽ ജയറാമില്ലേ ആ മൂഡിലിരിക്കണ ആള്. അപ്പൊ നമ്മുടെ വിഷ്ണു പോയിട്ട് എന്ത് ചെയ്തു, ഒരു തട്ടിയപ്പോ തിരിഞ്ഞ് കണ്ണീന്നൊക്കെ ആള് വെള്ളം വന്ന് കരഞ്ഞിട്ട് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചു, നീ എന്നെ രക്ഷിച്ചോളാന്നുണ്ട്. നമുക്കൊന്നും കാര്യം മനസ്സിലായില്ലടാ. അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ ആള് പറഞ്ഞേ, ആളുടെ ഈ ഫാമിലി തൊട്ടപ്പെടുത്ത് കാടാന്ന് ഞാൻ പറഞ്ഞത്. ആള് ഞങ്ങളെയും കൊണ്ട് കാട് വിസിറ്റ് ചെയ്യാൻ പോയിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോയി, കുറെ ഉള്ളിലേക്ക് പോയി. സമയത്ത് ഒരു പുലി ചാടി വീഴ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത്. ഇയാൾക്കാണെങ്കിൽ നമ്മളെ രക്ഷപ്പെടുത്താനും പറ്റിയില്ല. ആ സാധനം ആലോചിച്ചിട്ട് ആളിങ്ങനെ കരഞ്ഞോണ്ടിരിക്കണ്. ആ സമയത്താണ് വിഷ്ണുവിനെ തട്ടണത്. അപ്പൊ ആ മൊത്തത്തിൽ നിന്ന് ആള് ട്രിപ്പ് മാറിയിട്ട് ഇതിലേക്ക് എത്തിയല്ല. അതിന്റെ പേരിൽ വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, നീ രക്ഷിച്ചുടാ, ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും മരിച്ചുപോയെന്ന് പറഞ്ഞു. ഇതെല്ലാം കണ്ട ഞങ്ങൾക്കും കേട്ട നിങ്ങൾക്കും ഒരു തമാശയായിട്ട് തോന്നാം. പക്ഷെ ഇതിന് മറ്റൊരു വശമുണ്ട്. ഈ അടുത്ത് നമ്മൾ ഒരുപാട് കേട്ട കുറച്ച് വാർത്തകൾ, ഉമ്മാനെയും ഉപ്പാനെയും കഴുത്തറുത്ത് കൊല്ലണതും അനിയനെയും പെങ്ങളെയും തിരിച്ചറിയാത്തതും സ്വന്തം മാനസിക നില സ്വയം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള കുറച്ച് ആൾക്കാരെ പറ്റി. എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത് എൻ്റെ പേരൻസും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുമായിരുന്നു. പക്ഷെ ഇന്ന് മൊത്തം സോഷ്യൽ മീഡിയ ആണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പിള്ളേർക്ക് ചെയ്യണം എന്താണെന്നൊരു ക്ലാരിറ്റി ഇല്ല, പേരൻസിനാണെങ്കിൽ ഒരു ക്ലൂ ഇല്ല. ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ ഒരുപാട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ എല്ലാവർക്കും ഭയങ്കര നാവാണ്. എന്നാൽ സ്വന്തം വീട്ടിൽ നടക്കുന്ന യുദ്ധങ്ങളെ പറ്റി ആരെങ്കിലും ചർച്ച ചെയ്യാറുണ്ട്? പണ്ടൊക്കെ ഒരു സിഗരറ്റ് പിടിച്ചാലേ പോരാളി ഒരു അടി മതി, ഫ്യൂച്ചർ വരെ നേരാവും. ഇപ്പോഴത്തെ ഓരോ സാധനങ്ങളെ പേര് കേട്ടിട്ടുണ്ടാ, MDMA, LSD, നമ്മൾ ഈ MBA LLB എന്നൊക്കെ പറയൂലേ, അതുപോലെ. എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ വന്നത്? ആക്സസ്, ആറ്റിറ്റ്യൂഡ്, അവയർനെസ്. ആക്സസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഏത് നേരത്തും എവിടെ വേണമെങ്കിലും കിട്ടാനുള്ള രീതിയിലേക്ക് നമ്മുടെ നാട് മാറി. ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പം മെയിനെന്നും ഒരു ഹീറോയിക് പരിവേഷമൊക്കെ ആൾക്കാർക്ക് പൊതുവെ ഒരു തോന്നലായി. അവയർനെസ്, ഇതെല്ലാം തെറ്റെന്നറിഞ്ഞിട്ടും തിരുത്തി കൊടുക്കാനുള്ള ആൾക്കാർ ഇല്ലാതായി. ഷൈൻ ടോം ചാക്കോന്റെ ലേറ്റസ്റ്റ് ഒരു ഇന്റർവ്യൂ ഉണ്ട്, അത് കണ്ടോക്കൂ. അതിൽ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ഉണ്ട്. ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ട്രിപ്പാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ ഓരോ ട്രിപ്പിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്ത് ഉള്ള ലൈഫ് ഇല്ലാതാക്കും. ഓക്കെ, ടാറ്റാ.